ബിഗ് ബോസ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ 11ാം ആഴ്ചയിൽ വാശിയേറെ വോട്ടിംഗ് അപ്ഡേറ്റാണ്. ഒന്നാമത്തെ വോട്ടിംഗ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയേണ്ടത് ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് ഭയങ്കര വോട്ടിംഗ് വയ്ക്കുന്നത് വെച്ചാൽ ഈ പ്രാവശ്യം 10 പേരായിരുന്നു ആദ്യം പറഞ്ഞത്. അതിൽ സിജോ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് സായിയും നന്ദനൊക്കെ ഒരു ചൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിജോ ഒരാളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ സിജോ രക്ഷപ്പെട്ടു. പിന്നെ 9 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാശിയേറിയ പോരാട്ടമായിരിക്കും എല്ലാം. ഇവിടെ മിക്ക ആൾക്കാരും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആര് പോകും, ആര് നിൽക്കും, ഒന്നാം സ്ഥാനം ആർക്ക്, രണ്ടാം സ്ഥാനം ആർക്ക്, എല്ലാം നമുക്ക് ഇന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വോട്ടിംഗ് അപ്ഡേറ്റും ബിഗ് ബോസ് അപ്ഡേറ്റ് റിലേറ്റഡ് എല്ലാ ന്യൂസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ തോന്നുന്നതാണ്. നമ്മൾ മണിക്കൂർ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്തു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ഇഷ്ടപ്പെടാത്ത കാര്യം കമൻറ്റായി രേഖപ്പെടുത്തിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഒന്നാം സ്ഥാനം നമ്മുടെ ജിൻഡോക്കെയാണ്. 23,674 വോട്ടോടെ ഒന്നാം സ്ഥാനം ജിൻഡു നേടിയിരിക്കുന്നു. ജിൻഡോയുടെ നല്ല പെർഫോമൻസും നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ജിൻഡോ ജിൻഡോ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ മുതൽ ഒരുവിധപ്പെട്ട 90 ആഴ്ചകളും ഇട്ട നോമിനേഷനിൽ 90% ജിൻഡോ ഒന്നാം സ്ഥാനത്ത് തന്നെ വന്നിട്ടുള്ളൂ വോട്ടിങ്ങിൽ. രണ്ടാം സ്ഥാനം വരുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ജാസ്മിൻ 18,427 വോട്ടോടെ ജാസ്മിൻ രണ്ടാം സ്ഥാനം വന്നിരിക്കുന്നത്. ജാസ്മിൻ്റെ നല്ലൊരു മുന്നേറ്റമാണ്. ജാസ്മിൻ നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇത് കാണാൻ കഴിയുന്നത്. രണ്ടാം സ്ഥാനം 18,427 വോട്ടോടെ ജാസ്മിൻ അടിക്കുന്നു. മൂന്നാം സ്ഥാനം വരുമ്പോൾ അവിടെ അഭിഷേകാണ്. 17,019 വോട്ടോടെ അഭിഷേക് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. നല്ലൊരു മുന്നേറ്റം തന്നെയാണ് അഭിഷേകിന്. അത്യാവശ്യം ഫാൻ ഫോളോയിങ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുക. നല്ലപോലെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വോട്ടിംഗ് ആണെങ്കിൽ അതിന് മുമ്പത്തെ വോട്ടിംഗ് ആണെങ്കിൽ അഭിഷേക് നല്ലപോലെ കയറുന്നുണ്ട്. കഴിഞ്ഞ വോട്ടിംഗ് അഭിഷേക് ഉണ്ടായില്ല, പവർ ടീമിലായതുകൊണ്ട് നോമിനേഷൻ. അതിന് മുമ്പത്തെ വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് വന്ന സമയത്ത് യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ 2 വീക്കിലും നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ പുള്ളിക്കാർ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. ടോപ്പ് 5 തന്നെ ഉണ്ടായിരുന്നു. 4ാം സ്ഥാനം വരുമ്പോൾ ശ്രീതു തന്നെയാണ്. 16,982 വോട്ടോടെ ശ്രീതു 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ശ്രീതു. ഇപ്പോൾ ശ്രീതുവിൻ്റെ ടീം കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീതുവിൻ്റെ ടീം. അതുകൊണ്ട് നല്ലപോലെ ശ്രീതുക്ക് നിൽക്കാനും സപ്പോർട്ടും കിട്ടുന്നുണ്ട്. 16,952 വോട്ടോടെ ശ്രീതു 4ാം സ്ഥാനം നിൽക്കും. 5ാം സ്ഥാനം വരുമ്പോൾ ഋഷിയാണ് അവിടെ വരുന്നത്. 15,328 വോട്ടോടെ 5ാം സ്ഥാനം ഋഷി നേടിയിരിക്കുന്നു. കഴിഞ്ഞ വീക്ക് ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടതും നെഗറ്റീവ് വന്നതും ഋഷിക്ക് തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ വകയും പിന്നെ സാബു മോൻ്റെ വകയും ശ്വേതാമേനയുടെ വകയും പിന്നെ അവിടെ കണ്ടസ്റ്റൻസിൻ്റെ വകയും HR എന്ന പേരിൽ കുറേ ചീത്ത കേട്ട് ജയിലിൽ പോകേണ്ടി വന്ന ഋഷി 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. നമ്മൾ വിചാരിക്കും സപ്പോർട്ടുണ്ട്, നല്ലപോലെ സപ്പോർട്ടുണ്ട് ഋഷിക്ക്, നല്ലപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 5ാം സ്ഥാനം വരെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നല്ലൊരു ജനപിന്തുണ ഋഷിക്കുണ്ട് കേരളത്തിൽ. 6ാം സ്ഥാനം വരുമ്പോൾ അവിടെ അർജുനാണ് വരുന്നത്. 14,531 വോട്ടോടെ അർജുൻ 6ാം സ്ഥാനം വരുന്നു. അത് കുഴപ്പമില്ല, അത്യാവശ്യം നിൽക്കുന്നുണ്ട്. എപ്പോഴും ഒരു ആവറേജ് രീതിയിൽ അർജുൻ എപ്പോഴും പോണത്. വലുതായിട്ട് മുമ്പിലോ പിൻപിലോ ഒന്നുമില്ല. 7ാം സ്ഥാനം വരുമ്പോൾ അവിടെ അപ്സരയാണ്. 13,887 വോട്ടോടെ അപ്സര പിന്നിലായിരിക്കും. ഞാൻ പറഞ്ഞ അപ്സര ടോപ്പ് 5 വന്ന ഒരാൾ തന്നെയായിരുന്നു. എല്ലാ നോമിനേഷനും കഴിഞ്ഞ നോമിനേഷൻ വരെയും ടോപ്പ് 5 അപ്സര ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അപ്സര ടോപ്പ് 7 ആയിപ്പോയി. അത് കഴിഞ്ഞ വീക്കിൽ ഉണ്ടായ മറ്റേ ഹോട്ടൽ ടാസ്ക് ഉണ്ടായ പ്രശ്നം കാരണമാണോ എന്താണെന്നറിയില്ല. പുള്ളിക്കാർക്ക് ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. 13,887 വോട്ടോടെ 8ാം സ്ഥാനത്ത് അൻസിബ ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നു. 8ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അൻസിബ കുറച്ച് 6ാം സ്ഥാനത്തേക്ക് വന്ന ഒരാൾ തന്നെയാണ്. 13,468 വോട്ടോടെ അൻസിബ 8ാം സ്ഥാനത്ത് വന്നു. ഏറ്റവും അവസാനം വരുന്നത് റസ്മിനാണ്. 12,762 വോട്ടോടെ റസ്മിൻ ഏറ്റവും ലാസ്റ്റ് 9ാം സ്ഥാനം വന്നിരിക്കുന്നു. അപ്പം ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് റസ്മിൻ തന്നെയാണ്. ഈ പോക്ക് തന്നെ പോയ മിക്കവാറും റസ്മിൻ തന്നെ എനിക്ക് ഔട്ടാകാൻ ചാൻസ്. ഡബിൾ എഫിഷ്യൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലുള്ള ആരാണ് അവരും ഔട്ടാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കുറവ് റസ്മിനാണ്. റസ്മിൻ്റെ ബിഹേവിയറൊക്കെ അത്രയും വലിയ കാര്യമായില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ്. ഫിസിക്കൽ അസോൾട്ട്, അത്യാവശ്യം നല്ല വലിയ ഫിസിക്കൽ അസോൾട്ടൊക്കെ ചെയ്തിട്ടും അവരെ പുറത്താക്കാൻ്റെ യെല്ലോ കാർഡ് കൊടുത്ത് ഒതുക്കി വിട്ടു. അപ്പോൾ മിക്കവാറും ജനങ്ങൾ തന്നെ റസ്മിൻ്റെ തീരുമാനം ആക്കും. അപ്പോൾ ഇതുപോലത്തെ വോട്ടിംഗ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വോട്ടിംഗ് അപ്ഡേറ്റ് നമ്മൾ മണിക്കൂറിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റുമായി കാണാം. ഓക്കെ.